ഈ ഡിജിറ്റൽ സർവകലാശാല അതുപോലെ തന്നെ KTU സർവകലാശാല ഇവിടേക്ക് PC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായിട്ടൊരു കൂടിക്കാഴ്ച വീണ്ടും ഉണ്ടാകുമോ? അതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? ബന്ധപ്പെട്ട് വലിയ ആശങ്കകളുണ്ടായിരുന്നു. CPM-നോ അല്ലെങ്കിൽ സർക്കാരിനോ അങ്ങനെ എന്തെങ്കിലും ആശങ്കയുണ്ടോ? വോട്ടുകളൊക്കെ വെട്ടിപ്പോകുന്നൊക്കെ. അതല്ല ഇത് ഞാൻ ഇതല്ലേ പറഞ്ഞത്, PC-യുടെ ആണല്ലോ പറഞ്ഞു. അതെ അതില് അല്ല ഉണ്ടോന്ന് ചോദിച്ചത് ഇന്നൊരു വാർത്ത ഞാൻ കണ്ടു, അതുകൊണ്ടാണ്. അവരെന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ ചോദിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മറ്റെന്തെങ്കിലും ചോദ്യം ഉണ്ടോ എന്ന് ചോദിച്ചത്. കാരണം അതില് അല്ല ഞാൻ പറയണ്ടേ, നിങ്ങൾ തിരക്കുന്നത്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ആ വാർത്തയുടെ കർത്താക്കള്, അവരുടെ വക്താക്കളുടെ ഉണ്ടല്ലോ, ആ കർത്താക്കളുടെ വക്താക്കള്. അപ്പോ ആ വക്താക്കള് ഇതിന്റെ ഭാഗമായി ചോദിക്കും, പിന്നെ ഗവർണറുടെ പ്രതിനിധി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു വാർത്ത ഇന്ന് കണ്ടിരിക്കുന്നു. ഇപ്പൊ ഇവിടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലും വൈസ് ചാൻസലർ നിയമന കാര്യത്തില് റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് സുധാംശു ധൂലിയ അധ്യക്ഷനും ചാൻസലറും സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്ന 2 പ്രതിനിധികൾ വീതം അംഗങ്ങളായുമുള്ള സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയാണ് സുപ്രീം കോടതി നിയോഗിച്ചത്. ആ കമ്മിറ്റി പാനൽ തയ്യാറാക്കുകയും അത് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി അതിൽ മുൻഗണനാക്രമം നിശ്ചയിക്കും. പേരുകളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ കാര്യകാരണ സഹിതം അറിയിക്കും. അക്കാര്യം രേഖാമൂലം 2 ആഴ്ചക്കകം മുഖ്യമന്ത്രി ചാൻസലർക്ക് കൈമാറും. ഇതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അതനുസരിച്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ച 2 ദിവസത്തിനകം, 2 ആഴ്ചയാണ് പറഞ്ഞു കേട്ടോ, 2 ദിവസത്തിനകം മുഖ്യമന്ത്രിയുടെ അഭിപ്രായ സഹിതം മുൻഗണനാക്രമം നിശ്ചയിച്ച് ചാൻസലർക്ക് കൈമാറിയിട്ടുണ്ട്. അങ്ങനെ ലഭിച്ച റിപ്പോർട്ടിൽ 2 ആഴ്ചക്കകം ചാൻസലർ തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നത്. മുഖ്യമന്ത്രി നൽകുന്ന ഏതെങ്കിലും പേരിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലോ മുഖ്യമന്ത്രി ഉന്നയിച്ച എതിർപ്പുകളോട് വിയോജിപ്പുണ്ടെങ്കിലോ ചാൻസലർ അത് സുപ്രീം കോടതിയെ അറിയിക്കണം. തുടർന്ന് സുപ്രീം കോടതി തീരുമാനമെടുക്കും. ഈ വിധിയുടെ 21ാം ഖണ്ഡിക ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നതാണ്. അത് ഉദ്ധരിക്കുന്ന നല്ലതായിരിക്കും എന്നാ തോന്നുന്നു. The cases where the Chief Minister of the state has objected to the inclusion of any name in the panel and such objection is not acceptable to the Chancellor, or where the Chancellor has an objection against empanelment of any particular name for which he has assigned his own reasons, all such files shall be put up before this court. We make it clear that a final decision in this regard shall be taken by this court after giving reasonable opportunity, offering heard to the objection, opportunity of being heard to the objectors. ഇപ്പൊ ചാൻസലർ ചെയ്തെന്താ? ഈ കാര്യങ്ങളെയല്ല, 2 ആഴ്ചക്കകം തീരുമാനമെടുക്കണമെന്നായിരുന്നു നിർദ്ദേശം. ആ 2 ആഴ്ചക്കുള്ളിൽ തീരുമാനമെടുത്തില്ല. മുഖ്യമന്ത്രി കൈമാറിയ നിർദ്ദേശങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. സമവായം ഉണ്ടാകണമെന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ താല്പര്യം അവഗണിച്ചത് രൂക്ഷമായ വിമർശനത്തിനിരയായി. റിട്ടയേർഡ് ജഡ്ജിയുടെ തീരുമാനം കടലാസ് കഷ്ണമല്ല എന്ന് സുപ്രീം കോടതിക്ക് തന്നെ പറയേണ്ടി വന്നു. അതാരോടാ പറഞ്ഞെന്നറിയാറ്. എന്നാൽ UGC പ്രതിനിധി ഇല്ല എന്നും മറ്റും കാണിച്ച് വ്യവഹാരങ്ങളിലേക്ക് പോകാനാണ്
ചാൻസലർ തയ്യാറായത്. സമവായം ഉണ്ടാകാതിരിക്കാനുള്ള വാദങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത്. പശ്ചിമ ബംഗാൾ കേസിലും സമാനമായ ഉത്തരവായിരുന്നു സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. ചാൻസലർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടത് ഇന്ന വ്യക്തികളെ നിയമിക്കണമെന്നാണ്. ഇത് നേരത്തെ ഉദ്ധരിച്ച ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുടെ പ്രസക്ത ഭാഗത്തിന് വിരുദ്ധമാണ്. ഈ നിലപാട് ബഹുമാനപ്പെട്ട കോടതിയുടെ താൽപര്യപ്രകാരമുള്ള സമവായം ഉണ്ടാക്കുന്നതിന് നിരക്കുന്ന സമീപനമാണോ എന്നതാണ് ഗൗരവമുള്ള ചോദ്യം. ഏതായാലും ഇക്കാര്യത്തിൽ സർക്കാരിന് തുറന്ന നിലപാടാണുള്ളത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള സമവായത്തിൽ എത്തുന്നതിന് തുടർന്നും സർക്കാർ ശ്രമം നടത്തുക തന്നെ ചെയ്യും.